അങ്ങനെ February 14th ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ ഉണ്ടാകില്ല. എനിക്കും ഒരു നല്ലൊരു രസകരമായ ഒരു മെമ്മറി ഉണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തുള്ളത്. അത് നിങ്ങളുടെ അടുത്ത് ഈ ദിവസം ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞ കാലഘട്ടം. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് NSS കോളേജിൽ പോവാണ്. NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രിയും അവിടെ തന്നെയാണ് പഠിച്ചത്. ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു. അങ്ങനെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ജൂൺ ജൂലൈ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പൊ അന്ന് അറിയാലോ, നല്ല പൊട്ടിത്തെറിച്ച ഒരു കാലഘട്ടമാണ്. ഇപ്പോഴും കുറവൊന്നുമില്ല കേട്ടാ. അപ്പൊ ആ കാലഘട്ടത്ത് ഓഗസ്റ്റ് പകുതിയിലാണ് ഡിഗ്രി ക്ലാസ് തുടങ്ങിയത്. അപ്പൊ മൊത്തം നമ്മളെ കോളേജിൽ പണ്ട് പോകുന്നതിന് മെയിൻ ലക്ഷ്യം എന്താണ്? ആരെങ്കിലും ഒരാളിനെ പ്രണയിക്കണം, അല്ലേ? അങ്ങനെ ഫുൾ ഇതല്ലേ, ഒരു നൊസ്റ്റാൾജിക്, ഒരു റൊമാൻറ്റിക് കാലഘട്ടമാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലൊരു ഫിഗറിനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രണയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ വന്ന് നോക്കുന്ന സമയത്ത്, ഡിഗ്രി ക്ലാസ്സിൽ നോക്കുന്ന സമയത്ത് ഒരു അറ്റണം രൂപമില്ല ഈ പെൺപിള്ളേർ എന്ന് പറയുന്നത്. നമ്മളെ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാൻ ചപ്പിയതും വവ്വാല് കടിച്ചതും പറയില്ല, അങ്ങനെയുള്ള ടീമുകളാണ് ക്ലാസ്സിൽ മുഴുക്കലും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴേ ആകെ മൊത്തം ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങി. അങ്ങനെ 1-2 പീരീഡൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ നായിക വരുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം, അന്ന് മറ്റേ ഒരു ഫിലിം ഉണ്ടല്ലോ, മുസ്തഫ ഡോൺ വെറി മുസ്തഫ. അതില് നായകനെ കാണിക്കുന്ന ഒരു സീനുണ്ട്, തബുവിനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. ഭയങ്കര എന്താ പറയാ, ഇലകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ വർഷിക്കുന്ന സമയമാണ്. ഒരു കാറ്റൊക്കെ വന്നിട്ട്, ഒരു കൊടുങ്കാറ്റൊക്കെ വന്നിട്ട്, നിങ്ങൾ മൂവി കണ്ടവർക്ക് അറിയാം. അതുപോലെ ഒരു സംഭവം പുറത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ നായിക വരികയാണ്. മധുര സുന്ദരമായ ആ ശബ്ദത്തില് മേ കമ്മിങ് സാർ എന്ന് ഞാൻ നോക്കുന്ന സമയത്ത് നായിക ഓക്കെ ആയി. അങ്ങനെ നായിക ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഞാൻ സെക്കൻഡ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ബെഞ്ചിൽ ഫസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നായിക എന്നെ ചിരിച്ച പോലെ എനിക്ക് തോന്നി. നായകന്റെ സീറ്റിലിരുന്നു. അപ്പൊ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഞാൻ ബുക്ക് ചെയ്തു, ഞാനും ബുക്ക് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു. നായിക വരും, എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണ പോലെ എനിക്ക് തോന്നും. നായിക അവിടെ പോയിരിക്കും. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് 2-3 എന്നെ പിരിയായിട്ടുള്ള 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയും, നിന്റെ അടുത്ത് മാത്രമാണ് അവൾ ചിരിക്കുന്നത്, അവൾക്ക് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇതിങ്ങനെ പിരിയേറ്റിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ എൻ്റെ മുഖത്തിൻ്റെ മാത്രം ചിരിക്കുന്നത്. അപ്പൊ ആളുമായിട്ട് ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. ഇപ്പം മൊബൈലാണ് പറഞ്ഞാൽ ഒരൊറ്റ മെസ്സേജ് മതി. മറ്റേ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അന്നത്തെ പ്രണയം ഓക്കെ ആയി. രജനി എന്ന് പറയുമ്പോൾ ഗതവും. പക്ഷെ അന്ന് അങ്ങനെയല്ലല്ലോ. അന്ന് ഭയങ്കര ഇന്നത്തെ കാലത്തേക്കാൾ ഒരു പ്രണയം പറയണമെങ്കിൽ 13th അപ്പോഴാണ് മറ്റേ ഈ ഡിസംബർ ആയത്, അതായത് ക്രിസ്മസ്. അന്ന് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു വലിയൊരു കലാപരിപാടി ഉണ്ട്, അതായത് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ ലവേഴ്സിനൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ, ഒരു ലവിന്റെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ വാങ്ങി നോക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി, ക്ലാസ്സിലെ പെൺകുട്ടിയാണ് കേട്ടാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയാണ് ഒരാഴ്ചയാണ് ആബ്സെന്റ് ആയി. അപ്പോൾ എനിക്ക് ഈ ഡിസംബറിന് ശേഷം ഈ വാങ്ങിയ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ആ ഒരു പ്രണയം പറയേണ്ട ഒരു ഇത് എനിക്ക് മിസ്സായി. പിന്നെ അടുത്തൊരു ചാൻസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്തൊരു ഡേ എന്ന് പറയുന്നത് February 14 വരുന്നുണ്ട്. February 14 വാലന്റൈൻസ് ഡേ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വാങ്ങിയ മറ്റേ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ ക്രിസ്മസിന്, ആ കാർഡ് ഒരിക്കലും മിസ്സാകില്ല എന്ന് ഉറപ്പായി. ഇപ്പൊ February 14 എന്തായാലും പറയാം, എന്ത് വന്നാലും ശരി, ജീവൻ പോയാലും ശരി, പറയാന്നുള്ള ഒരു തയ്യാറെടുപ്പിനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ February 14 ആ ദിവസമായി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ലൈബ്രറിയിലൊക്കെ പോയി ഇരിക്കാറുണ്ട്. പഠിക്കാനൊന്നുമല്ല, അവിടെ മറ്റേ ഓഷോന്റെ പുസ്തകം ഉണ്ടാവും, അത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ February 14 അന്ന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അന്ന് ഈ ക്ലാസ്, ഈ ജനറൽ ക്ലാസ്, അതായത് ഇംഗ്ലീഷും മലയാളത്തിനും ഒരു
സയൻസ് ഗ്രൂപ്പും മാത്സ് എല്ലാം കൂടി ഒരുമിച്ച് വരുമല്ലോ. ആ ക്ലാസ്സിലാണ് അന്ന് ലാസ്റ്റ് അവർ ഉണ്ടായിരുന്നത്, ഈ ഫെബ്രുവരി 14 വരണ ആ ഡേക്ക്. അതായത് അന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അന്ന് എന്തോ ഒരു കോളേജിലെ അസോസിയേഷൻ്റെ എന്തോ ഒരു ഇതായതുകൊണ്ട് ഉച്ചവരെ അന്ന് ക്ലാസ് ഉള്ളൂ. അന്ന് രാവിലെ തന്നെ ഇത് കൊടുക്കണം, ഈ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണം. ആ ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ലവേഴ്സിന്റെ ഗ്രീറ്റിംഗ് കാർഡാണ്. അത് ഓപ്പൺ ചെയ്ത വഴി മറ്റേ മ്യൂസിക് വരുന്നതും മറ്റേ ലൗച്ചിന്റെ ഒക്കെ ഇങ്ങനെ ചെതർന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. അതായത് അന്നത്തെ കാലത്ത് അത് ഏറ്റവും വിലയുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു. അപ്പൊ അത് രാവിലെ ക്ലാസ് തുടങ്ങി, കൊടുത്തില്ല. 2-3 അവർ കഴിഞ്ഞു, എന്നിട്ടും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ലാസ്റ്റ് ഈ പൊതുവായി ക്ലാസ് ഞാൻ പറഞ്ഞ ഈ ജനറൽ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ അവറും കൂടി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ കാർഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേഗം എൻ്റെ അടുത്ത ഒരു 18ാമത്തെ ഒരു അടവെടുത്തു. നേരെ ആ പെൺകുട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ബുക്ക് വാങ്ങി. ഇംഗ്ലീഷ് ബുക്ക് ഒന്ന് തരുമോ നോട്ട്, ഞാൻ എഴുതിയെടുത്തിട്ടില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് ബുക്ക് അങ്ങോട്ട് വാങ്ങി. ഇങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ലാസ്റ്റ് ആ അവർ കഴിയാറായപ്പോൾ കഴിഞ്ഞ് ടീച്ചർ ക്ലാസ് നിർത്തി ഒരു 10 മിനിറ്റ്. ടീച്ചർ പുറത്ത് പോയി. അപ്പോൾ ഞാൻ ആ ഗ്രീറ്റിംഗ് കാർഡ് എടുത്ത് ഈ ബുക്കിൻ്റെ അടി വെച്ചിട്ട് നേരെ അവളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ബുക്ക് ഇതാ, അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. ആ എന്തോ ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ. കുറേ മാസങ്ങളായിട്ടുള്ള ഒരു ഇതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞില്ല, അവളുടെ കൂട്ടുകാരി എന്നെ അന്വേഷിച്ച് ഞാൻ നടക്കണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ എന്നെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ലാസ്റ്റ് ഈ കൂട്ടുകാരനെ കണ്ടു. കൂട്ടുകാരി വന്ന് പറഞ്ഞു, എന്ത് പണിയാണ് ചെയ്തത്, മറ്റേ അവള് ഗ്രീറ്റിംഗ് കാർഡ് തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, തിരിച്ചു തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്താണ് അവളുടെ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അടുത്താണോ അങ്ങനെ പ്രണയം അങ്ങനെയൊക്കെ പറയുന്നത്, വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരേ കൂട്ടുകാരി എന്നെ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അത് നിങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആള് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ വിഷമമായി. അതോടൊപ്പം തന്നെ ഈ എങ്ങനെയെങ്കിലും മുങ്ങണം അവിടെ. അങ്ങനെ ഞാൻ എന്നെ അന്വേഷിച്ച് പോയി. മറ്റേ പെൺകുട്ടിയില്ലേ, ഞാൻ കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്ത പെൺകുട്ടി, അത് ഗ്രീറ്റിംഗ് കാർഡ് കൊണ്ട് എന്നെ തെരഞ്ഞു നടക്കുക. ഞാൻ 2nd ഫ്ലോറിൽ നിൽക്കുക, അവള് 3rd ഫ്ലോറിൽ എന്നെ തെരഞ്ഞു നിൽക്കുക. ഞാൻ കാണുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. 3rd ഫ്ലോറിൽ അവള് 2nd ഫ്ലോറിൽ എത്തുക, ഞാൻ അവർക്ക് 1st ഫ്ലോറിൽ എത്തുക. അങ്ങനെ ഒരു മിക്കി ആൻഡ് മൗസ് കളി പറയില്ലേ, അങ്ങനെ ഒരു 15-20 മിനിറ്റ് ഇവള് ബോളിൽ പോവുക, താഴെ വരിക, എന്നെ അന്വേഷിക്കുക, എന്നെ കണ്ടോ ചോദിക്കുക. അപ്പൊ അവിടെ കണ്ടു ഇവിടെ കണ്ടു പറയാ. അങ്ങനെ ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഒരു മുങ്ങലായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ ബസ് കയറി പോണത് ഞാൻ കണ്ടു. അപ്പോഴാണ് ആകെ ഒരു ആശ്വാസമായി. അവള് അടുത്ത വണ്ടി കയറി പോണത് കണ്ടു ഞാൻ 3rd ഫ്ലോറിൽ നിന്ന്. അപ്പൊ ഞാൻ പതുക്കെ തിരിച്ചു വന്നു വഴി ഉള്ള കൂട്ടുകാരിയൊക്കെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ കൂട്ടുകാരിയെ അവിടെ എന്നെ കാത്തു നിൽക്കണം. എന്നെ കണ്ടു കഴിഞ്ഞ വഴി താൻ എവിടെ പോയതാണ്, ഇത്ര നേരം അവള് തന്നെ തെരഞ്ഞുകൊണ്ടിരുന്നു. ഈ ഗ്രീറ്റിംഗ് കാർഡൊന്നും തന്റെ ആവശ്യമില്ല, അത് തരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോക്കോ, അവളത് വാങ്ങില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമമായി. അവള് പോവുകയും ചെയ്തല്ലോ, നീ ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, ഞാനത് തിരിച്ചു വാങ്ങി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇന്ന് ആലോചിച്ചു. 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കാരണം നേരെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ നമ്മളെ ഓഫീസിലെ ആളുകളായിട്ട് ഭയങ്കര പരിചയമായി. 3-3ാമത്തെ വർഷമാണല്ലോ അവിടെ പഠിക്കുന്നത്. അവിടുത്തെ ഒരാളിനെ എനിക്കറിയാം. നേരെ ആ ഓഫീസിലെ ക്ലർക്കിൻ്റെ അടുത്ത് പോയി. പോയിട്ട് ക്ലാസ്സിലെ പിള്ളേരുടെ അഡ്രസ്സ് ഉണ്ടാകുമല്ലോ, ആ അഡ്രസ്സിലെ ഈ പെൺകുട്ടിൻ്റെ അഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് ഈ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, ആ ഗ്രീറ്റിംഗ് കാർഡ് കുറച്ച് വെട്ടി, എന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അത് ഷാറൂഖിൻ്റെ ഒക്കെ അതിൻ്റെ സിനിമ ഇറങ്ങിയാണ്, അതിൻ്റെ ഹാർട്ടിൽ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കീറിയിട്ടുള്ളതൊക്കെ കുറച്ച് കുങ്കുമോ മറ്റേ അതൊക്കെ കലക്കിയിട്ട് കുറച്ച് ബ്ലഡ് പോലെയൊക്കെ ആ ഗ്രീറ്റിംഗ് കാർഡിൽ വരുത്തിയിട്ട് കുറേ പീസാക്കിയിട്ട് ഇതാക്കിയിട്ട് ഒരു പോസ്റ്റിൽ അങ്ങോട്ട് അയച്ചു വിട്ടിട്ട് പിന്നെ നോക്കണു കോളേജ് തുറന്നു. ഈ കുട്ടീനെ ഒരാഴ്ചയായിട്ട് കാണാനുമില്ല. അങ്ങനെ ആ സ്റ്റോറി. ഇതാണ് എൻ്റെ വാലന്റൈൻസ് ഡേക്ക് ഉള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടി എന്ന് പറയുന്നത് ഒരു കല്യാണം ഉറപ്പിച്ച ഒരു കുട്ടിയായിരുന്നു.
എന്ന് പറഞ്ഞാൽ ആ കുട്ടിന്റെ കല്യാണം എന്ന് പറയുന്നത് ഏകദേശം ഏപ്രിൽ മാസത്തിലെ കല്യാണമാണ് ആ കുട്ടിയുടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രപ്പോസല് ആള് നിരസിച്ചതാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഒരു എന്താ പറയാ രസകരമായ ഒരു അനുഭവം. പിന്നീട് ഈ കുട്ടി ഒരു മാർച്ച് മാസത്തില് എന്നെയും തെരഞ്ഞു വന്നിട്ടായിരുന്നു, അതായത് കല്യാണ പത്രിക തരാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ മുങ്ങിയൊന്നും ഇല്ല കേട്ടാ. പിന്നീട് ഞാൻ അവിടെ ഹീറോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ കല്യാണ പത്രിക വാങ്ങി ലാസ്റ്റ് ഈ കുട്ടിന്റെ കല്യാണത്തിന് പോയി. കല്യാണത്തിന് ഞാനായിരുന്നു ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ പിള്ളേരൊക്കെ ഒരേ ക്ലാപ്പായിരുന്നു അത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന സമയത്ത്. ഇതൊക്കെയാണ് എനിക്ക് ഫെബ്രുവരി 14 എന്ന് പറയുന്നത്, 14ലേക്ക് ഓർമ്മകൾ. ഓക്കെ, ഇതുപോലെ രസകരമായ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പങ്കുവയ്ക്കുക. ഇനി നമ്മുടെ ചാനൽ, അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.